that it might depart from him. അത് അവനെ വിട്ടുപോകുവാനായിട്ട് അവൻ പ്രാർത്ഥിച്ചു എന്ന് നാം ഇവിടെ കാണുന്നു. 3 times he prayed. 3 പ്രാവശ്യം അവൻ അപേക്ഷിച്ചു. That means Paul prayed for it earnestly. വളരെ ആർദ്രമായ രീതിയിൽ അവന് ദൈവത്തോട് അപേക്ഷിച്ചു. Lord, please. കർത്താവേ, ഇതൊന്ന് മാറ്റി തരണമേ. Please. ദയവായി ഇതൊന്ന് മാറ്റി. Please take it away from me. ദൈവമായി ഈ രോഗം എന്നിൽ നിന്ന് മാറ്റി തരണമേ. He was earnest in his appeal. അവന്റെ പ്രാർത്ഥനയിൽ ജാഗരിച്ചവൻ ദൈവത്തോട് അപേക്ഷിച്ചു. But the Lord gave no for an answer. അതിനുള്ള മറുപടി നോ എന്നായിരുന്നു. He has the right to deny our earnest prayers. നമ്മൾ എത്ര ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാലും അതിനെ നിരാകരിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. The Lord said no. കർത്താവ് പറഞ്ഞു നോ. See, no also is an answer, just as yes is an answer. Yes എന്ന് പറയുന്നത് ഒരു ഉത്തരമായിരിക്കുന്ന പോലെ തന്നെ ഒരു ഉത്തരമാണ് നോ എന്നുള്ളതും. Suppose you ask me, brother, can you come to my place next week? സഹോദരൻ, എന്റെ സ്ഥലത്തേക്ക് നിനക്ക് അടുത്ത ആഴ്ച വരാമോ? I'm going to give you an answer. അതിനൊരു മറുപടി എനിക്ക് പറയാൻ കഴിയും. I say no, I have to go back. എനിക്ക് മടങ്ങിപ്പോകണം, അതുകൊണ്ട് വരാൻ കഴിയുകയില്ല. Did I answer you? നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? Yes. തീർച്ചയായിട്ടും കിട്ടി. Or suppose I have time, I say okay, I will come. Yes. വരാമെന്ന് ഞാൻ യെസ് എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക. That also is an answer. അതും ഒരു മറുപടിയാണ്. But we believers very often think that God answers prayer means God says yes. ദൈവം എപ്പോഴും യെസ് എന്ന് പറയുന്നതാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. Dearly beloved, no also is an answer. പ്രിയമുള്ളവരെ, നോ എന്നുള്ളതും ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ഒരു മറുപടിയാണ്. And here God gave that negative answer to Paul. ഇവിടെ പൗലോസിന് നിഷേധാത്മകമായിട്ടുള്ള ഒരു ഉത്തരമാണ് കർത്താവ് കൊടുക്കുന്നത്. Then what is Paul going to do now? ഇപ്പൊ പൗലോസിന് എന്ത് ചെയ്യാനായിട്ട് കഴിയും? God, I'm in trouble now. കർത്താവേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. I'm earnestly asking you to take away the trouble. ഈ പ്രശ്നം ഒന്ന് മാറ്റി തരാനായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. And the Lord says, no, I'm not going to take it away. ഞാൻ ഇത് എടുത്ത് കളയുകയില്ല എന്ന് കർത്താവ് പറയുന്നു. Then what am I going to do now? ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? Put yourself in that situation. ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് ആക്കി തീർക്കുക. You are in a trouble. നിങ്ങൾ തീർച്ചയായിട്ടും കഷ്ടത്തിലായി തീരും. Physical or otherwise. ഒരുപക്ഷെ ശാരീരികമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വിഷയം. And you earnestly pray that God might take it away. വളരെ ദയവായിട്ട് ഇതൊന്ന് മാറ്റി തരണമേ എന്ന്. Lord, I'm your child. കർത്താവേ, ഞാൻ നിന്റെ പൈതലാണ്. Please help me. എന്നെ ഒന്ന് സഹായിക്കണമേ. Take this trouble away. ഈ പ്രശ്നം ഒന്ന് മാറ്റി തരണമേ. And the Lord says, no, I'm not going to do that. കർത്താവ് പറഞ്ഞു, ഞാനിത് മാറ്റി തരുകയില്ല. Then what shall we do? അങ്ങനെയുള്ളപ്പോൾ നാം എന്ത് ചെയ്യണം? Then what's the point in trusting God? അങ്ങനെയാണെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? I'm in trouble and I ask the Lord to help me and the Lord says no. ഞാൻ പ്രശ്നത്തിലായി അകപ്പെട്ടിരിക്കുന്നു, ഇത് മാറ്റി തരുവാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് പറയുന്നു നോ. This is a message for all of us here this morning. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചത് വാസ്തവമാണ്. Some of you or all of us are in trouble. നാം എല്ലാവരും കഷ്ടത്തിൽ കൂടി പോകുന്നവരാണ്. Of various sorts. പലതരത്തിലുള്ള കഷ്ടങ്ങൾ. And we are praying that God might solve our problems. ഇതെല്ലാം ഒന്ന് പരിഹരിച്ചു തരണമേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. But very often the Lord says no. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നു നോ. Then where else shall we go? പിന്നെ എവിടേക്ക് നമുക്കൊന്ന് പോകുവാനായിട്ട് കഴിയും? My Lord tells me no, and where else shall I go? എന്റെ കർത്താവ് പറയുന്നു ഇത് മാറ്റി തരികയില്ല, പിന്നെ എവിടേക്കാണ് നമുക്കൊന്ന് പോകുവാൻ കഴിയും? Then what's the point in praying? അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? Why should I look to God? എന്തിനാണ് ഞാൻ ദൈവത്തിലേക്ക് നോക്കുന്നത്? Here is the answer. ഇവിടെ ഇതിന്റെ ഉത്തരമുണ്ട്. Listen carefully to the next sentence I am going to say. ഞാൻ പറയാൻ പോകുന്ന അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. This can change your whole perspective on life. ജീവിതത്തെ കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവത്തിന് പരിപൂർണമായിട്ടുള്ള മാറ്റം വരുത്തുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരു വാക്യമാണത്. If God ever says no to you, കർത്താവ് എപ്പോഴെങ്കിലും നിങ്ങളോട് നോ എന്ന് പറയുകയാണെങ്കിൽ, He will never put a full stop after no. നോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് അവൻ ഇടുകയില്ല. He will also say, അതിനോട് ചേർന്ന് കർത്താവ് ഇങ്ങനെ പറയും, but I will give you my grace. എന്നാൽ എന്റെ കൃപ ഞാൻ നിനക്ക് തരും. I will not remove your problem, നിന്റെ പ്രശ്നം ഞാൻ മാറ്റുകയില്ല, but I will give you my grace. എന്നാൽ എന്റെ കൃപ നിനക്ക് തരും. Is not that enough? അത് പോരായോ? If the Lord stopped with no, we would have been in trouble. നോ എന്ന് പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരുന്നെങ്കിൽ നാം പ്രശ്നത്തിലാകപ്പെട്ടു. Lord, then what shall I do? കർത്താവേ, എന്ത് ചെയ്യാനായിട്ട് കഴിയും? Let me tell you, beloved.
പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, The Lord never puts a full stop after no. നോ എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുകയില്ല. Sometimes he says yes, ചിലപ്പോൾ യേസ് എന്ന് പറയും, and we are very happy. അത് നമുക്ക് സന്തോഷമാകും. Sometimes the Lord says no. കർത്താവ് ചിലപ്പോൾ പറയും നോ. But even then we can be happy. എന്നാലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും. Why? എന്തുകൊണ്ട്? Because he never puts a full stop after no. കാരണം നോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഒരു നിർത്തൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. He says, but I am going to give you my grace. എന്നാൽ ഞാൻ എന്റെ കൃപ നിനക്ക് തരുന്നു എന്ന് കർത്താവ് പറയുന്നു. And Paul says, പൗലോസ് പറയുന്നു, is that so? അങ്ങനെയാണോ? Oh, then I would rejoice. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ കഷ്ടത്തിൽ സന്തോഷിക്കും. Even if you don't take away my trouble, I will still rejoice. എന്റെ കഷ്ടം മാറ്റി തന്നില്ലെങ്കിലും ഞാൻ അതിൽ സന്തോഷിക്കും. I will give you my grace. ഞാൻ എന്റെ കൃപ നിനക്ക് തരുന്നു. You know, this morning we were singing that beautiful song about the grace of God that saves us. നമ്മെ രക്ഷിച്ച ആ അത്ഭുതകരമായ കൃപയെ കുറിച്ച് നാം ഇന്ന് രാവിലെ പാടി. But here it is not saving grace. ഇവിടെ രക്ഷിക്കുന്ന കൃപയെ കുറിച്ചല്ല പറയുന്നത്. That is found in Ephesians 2. We are saved by grace. നാം കൃപയാൽ രക്ഷിക്കപ്പെടുന്നു എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നു. Here it is about sustaining grace. നിലനിർത്തുന്ന കൃപയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Grace that maintains us. നമ്മെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന കൃപ. Grace that keeps us. നമ്മെ ദിനംതോറും സൂക്ഷിക്കുന്ന കൃപ. The Lord said no. കർത്താവ് നോ എന്ന് പറഞ്ഞു. But he did not put a full stop. അവിടെ അവൻ നിർത്തിയില്ല. But he said, അവൻ പറഞ്ഞു, but I will give you my grace. എന്റെ കൃപ നിനക്ക് മതി. Is this only to Paul? Is this promise? ഇത് പൗലോസിന് മാത്രമുള്ള ഒരു വാഗ്ദത്തമാണോ? Can we claim this today? ഇത് നമുക്ക് അവകാശപ്പെടാൻ കഴിയുമോ? Yes. തീർച്ചയായിട്ടും. This is a promise to every brother and sister seated here this morning. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിക്കും അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. My grace is sufficient for you. എന്റെ കൃപ നിനക്ക് മതി. Now, what is grace here? ഇവിടെ പറയുന്ന കൃപ എന്താണ്? Paul is already saved. It's not talking about salvation. പൗലോസ് രക്ഷിക്കപ്പെട്ടവനാണ്, രക്ഷയെക്കുറിച്ചല്ല പറയുന്നത്. Well, the meaning is given there in the next sentence. അടുത്ത വാചകത്തിൽ അതിന്റെ അർത്ഥം പറയുന്നുണ്ട്. My strength is made perfect in weakness. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. So, grace here is the strength of God that is made perfect in our weakness. നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ശക്തി പകർന്നു തരുന്നതാണ് കൃപ. The power of God given to us to cope up with the problems of our life. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ള ദൈവകൃപ. Divine strength to meet human needs. മാനുഷികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ദൈവികമായിട്ടുള്ള കരുതലാണ് കൃപ. It is supernatural enablement. വളരെ പ്രകൃതിക്ക് അതീതമായിട്ടുള്ള ഒരു കരുതലാണിത്. All of you understood the meaning of grace here? കൃപയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? What is grace here? ഇവിടെ പറയുന്ന കൃപ എന്താണ്? It is the strength of God. ദൈവത്തിന്റെ ശക്തിയാണ് ഇവിടുത്തെ കൃപ. Given to us. നമുക്ക് നൽകി തന്നിരിക്കുന്ന, so that we may be able to cope up with the problems of our life. നമ്മുടെ ജീവിതത്തിൽ അനുദിനം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അതിൽ നിലനിൽക്കുവാനായിട്ടുള്ള കൃപ. And this morning when I read this passage, ഞാൻ ഈ രാവിലെ ഇത് വായിച്ചപ്പോൾ I saw something that I had never seen before. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം കണ്ടു. He said to me. അവൻ എന്നോട് പറഞ്ഞു. അവൻ said to me. എന്നോട് പറഞ്ഞു. Not just everybody. എല്ലാവരോടും അല്ല. Well, it is true. It is applicable to everybody. എല്ലാവരെയും സംബന്ധിച്ച വാസ്തവമാണിത്. But Paul is saying, the Lord told me. പൗലോസ് പറയുകയാണ്, കർത്താവ് എന്നോട് പറഞ്ഞു. Oh, this is personal. ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. The Lord is telling you, my brother. പ്രിയ സഹോദരൻ, നിങ്ങളോട് വ്യക്തിപരമായിട്ട് കർത്താവ് ഇടപെടുന്നു. You are passing through difficulties. നിങ്ങൾ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നു. You find it difficult to cope up with what's happening in your life. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യത്തെ നേരിടുവാനുള്ള ശക്തി നിനക്കില്ല. And the Lord is telling you. നിന്നോട് വ്യക്തിപരമായിട്ട് കർത്താവ് ഇന്ന് പറയുന്നു. Not just making a common statement. ഒരു പൊതു പ്രസ്താവനയല്ല ഇത്. He is telling you. നിങ്ങളോട് വ്യക്തിപരമായിട്ട് കർത്താവ് സംസാരിക്കുന്നു. He told me. അവൻ എന്നോട് പറഞ്ഞു. And what did he say? അവൻ എന്നോട് എന്താണ് പറഞ്ഞത്? My grace. എന്റെ കൃപ. Not just grace. വെറും കൃപയല്ല. Not the grace. ആ കൃപ എന്ന് പറയുകയല്ല. My grace. എന്റെ കൃപ. Oh, what is that? അതെന്താണ്? Next, it continues. അത് തുടരുന്നു. My strength. എന്റെ ശക്തി. And the last part of that verse. ആ വാക്യത്തിന്റെ അവസാന ഭാഗം. Power of Christ. ക്രിസ്തുവിന്റെ ശക്തി.
My grace, എന്റെ കൃപ, my strength, എന്റെ ശക്തി, power of Christ. ക്രിസ്തുവിന്റെ ശക്തി. God's power becomes our power. ദൈവത്തിന്റെ ശക്തി നമ്മുടെ ശക്തിയായിട്ട് തീരുന്നു. Isn't it wonderful? അത് അത്ഭുതകരമായ ഒരു കാര്യമല്ലേ? If God gives you His strength, കർത്താവ് തന്റെ ശക്തി നമുക്ക് നൽകി തരുമ്പോൾ, what is it that you cannot handle? നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കാര്യം എന്താണ്? If God gave me a little bit of strength, ഒരു അല്പശക്തിയാണ് തരുന്നതെങ്കിൽ, then probably I cannot handle certain things. ഒരു പക്ഷേ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. But if God gives me His strength, എന്നാൽ കർത്താവിന്റെ ശക്തി നമുക്ക് ലഭിക്കുമ്പോൾ, what is it that I cannot handle? എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കാര്യം എന്താണ്? My grace, എന്റെ കൃപ, my strength. എന്റെ ശക്തി. How wonderful are these words? എത്ര മനോഹരമായിട്ടുള്ള വാക്യങ്ങൾ. God is ready to give His strength to you. കർത്താവിന്റെ ശക്തി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പകർന്നു തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Not that He will give us some sort of strength. ഒരു അല്പശക്തി തരുമെന്നല്ല, His strength, കർത്താവിന്റെ ശക്തി. power of Christ will rest upon me. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് He told me, അവൻ എന്നോട് പറഞ്ഞു, my strength I will give you. എന്റെ ശക്തി ഞാൻ നിനക്ക് തരും. Is it not enough? അത് നിങ്ങൾക്ക് പോരായോ? What more do we need? പിന്നെന്താണ്, വേറെ എന്താണ് ആവശ്യം? Do we need anything more than the strength of God? ദൈവത്തിന്റെ ശക്തിയേക്കാൾ അധികമായിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? What is the strength of God? ദൈവത്തിന്റെ ശക്തി എന്താണ്? He is omnipotent, all powerful. ദൈവം സർവശക്തനാണ്. If He promises to give us His strength, ദൈവം തന്റെ ശക്തി നമുക്ക് തരുമെന്ന് പറയുമെങ്കിൽ, what more do we need on this earth? ഈ ഭൂമിയിൽ നമുക്ക് ഇതിനേക്കാൾ അധികമായിട്ട് എന്താണ് ആവശ്യം? His strength is sufficient for all situations of life. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കർത്താവിന്റെ ശക്തി നമുക്ക് മതിയായതാണ്. You may say that my problem is very serious. എന്റെ പ്രശ്നം വലിയ ഗുരുതരമാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. But God's strength can help you to go through that problem. ആ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുവാനായിട്ട് മതിയായിട്ടുള്ള ശക്തിയാണ് ദൈവം പകർന്നു തരുന്നത്. You put all your problems together. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒന്നിച്ച് ചേർത്ത് വെക്കുക. We have probably more than 1,000 people here this morning. ഈ രാവിലെ 1000-ലധികം ആളുകൾ ഇവിടെ ഉണ്ട്. And put all your problems together. നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒന്നിച്ച് വെക്കുക. But God's grace is far greater than all our problems put together. നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി അതിനേക്കാൾ വളരെ വലുതാണ്. And the Lord said, my grace is sufficient for you. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. And in your weakness my strength is made perfect. നിന്റെ ആ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരുന്നു. Here is an advertisement that God gives. ദൈവം ഇവിടെ ഒരു പരസ്യം ചെയ്യുകയാണ്. Wanted weak men. ബലഹീനരായ മനുഷ്യരെ ആവശ്യമുണ്ട്. You know, I sometimes look up the advertisement in Malayalam Manorama newspaper. മലയാള മനോരമ ന്യൂസ് പേപ്പറിലുള്ള പരസ്യം ഞാൻ സൂക്ഷിക്കാറുണ്ട്. Not because I want to change my job, എന്റെ ജോലി മാറ്റാനായിട്ടല്ല, but just for the sake of an interest. താല്പര്യം കൊണ്ട് ഞാൻ നോക്കി പോകാറുണ്ട്. All the companies say wanted people are able, smart, good looking, no